ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രഡീഷണൽ സ്നാക്കായിട്ടുള്ള ഇലയട നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യത്തിലേക്ക് ഒരു 3 അച്ചോളം ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കുകയാണ്. ഇത് വേഗം ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മിയിൽ വെച്ചിട്ട് നന്നായിട്ട് കുത്തിപ്പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ തേങ്ങ ചിരകാനായിട്ട് മടിയുള്ള സമയത്ത് ഞാൻ ഇതേപോലെ ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഇതിങ്ങനെ നൈസായിട്ട് കിട്ടുന്നതുകൊണ്ട് ശർക്കരയുടെ ഫില്ലിംഗ് ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി തേങ്ങ ഉരുക്കി വരുന്ന ശർക്കരയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കിയിട്ട് അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ അട ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പോളം ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. മാവൊക്കെ ഒരു 5 മിനിറ്റ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് വാഴയിലയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് നെയ്യ് വാഴയിലയിൽ തടവി കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല നൈസായിട്ട് എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്തതിന് ശേഷം ഇതൊന്ന് മടക്കിയെടുക്കാം. ഇനി വാഴയിലൊക്കെ ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട് മടിയുള്ളവരാണെങ്കിൽ നമുക്കൊരു ഈസി ട്രിക്ക് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇലയട ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ പാക്കിംഗ് കവറോ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് 2ആയിട്ട് മുറിച്ചതിന് ശേഷം അതിനുള്ളിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇനി ബോൾസ് വെച്ച് കൊടുത്തതിന് ശേഷം കവർ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പ്രസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഒരുപാട് തിന്നാവണ്ടെന്നുള്ളവർക്ക് ഇങ്ങനെ ജസ്റ്റ് ഫില്ലിങ് വെച്ചിട്ട് അട ചുട്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഇതും ഒരു സൈഡിൽ ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ട് മടക്കിയെടുക്കാം. വാഴയില്ലെങ്കിലും നമുക്കിതേപോലെ ഈസി ആയിട്ട് പാനിൽ വെച്ചിട്ട് അട ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ബാക്കിയുള്ള അടയൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഞാനിത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ചുട്ടെടുക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്റ്റീം ചെയ്താലും മതി. ഇങ്ങനെ ചുട്ടെടുക്കുന്ന അടയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇലയട ഇങ്ങനെ ചുട്ടെടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം വാഴയിലയുടെ ആ ഒരു മണക്ക് നന്നായിട്ട് അടയിൽ പിടിച്ചിട്ടുണ്ടാവും. അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇനി ബാക്കിയുള്ള അടയും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണിക്ക് മാത്രമല്ല, നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേബിൾ മാജിക്സ്.